കൂപ്പകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോയെ നമുക്ക് സ്വീകരിക്കാം. രാജാദി രാജനായ കർത്താവ് ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് തൻ്റെ സ്നേഹത്തിൽ വഴി നടത്തുന്ന ജീവിക്കുന്നവനായ ദൈവം ഇതാ നമ്മെ സന്ദർശിക്കാൻ ഈ അൽത്താരയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സന്ദർശിച്ച അതേ കർത്താവ് ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ ഈ അൽത്താരയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ ഈശോയെ ആരാധനയുടെ ഗാനം ആലപിച്ച് നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. ആരാധനയുടെ സമയമിതാ, സ്വർഗീയ വൃന്ദം അണിനിരന്നു. തിരുവോസ്തിരൂപനാം യേശുനാഥൻ മഹിമപ്രതാപനായി എഴുന്നള്ളുന്നു. ആരാധനയുടെ സമയമിതാ, സ്വർഗീയ വൃന്ദം അണിനിരന്നു. തിരുവോസ്തിരൂപനാം യേശുനാഥൻ മഹിമപ്രതാപനായി എഴുന്നള്ളുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. സ്നേഹമേ ആരാധന. കൂപ്പകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ ചേർത്ത് വെച്ച് കർത്താവ് തരുന്ന ആലോചനകളെ സ്വീകരിക്കാൻ നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയൊക്കെ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്വസ്ഥമായിട്ട് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നോ മുട്ടുകുത്തിയോ ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്ന് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണിത്. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ വചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത, ചിന്തിക്കാൻ പാടില്ലാത്ത ചില വിഷയങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനെങ്ങനെയാണ് പറയുന്നത്? നിങ്ങളിങ്ങനെ ഒരിക്കലും പറയരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, ഞാൻ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കും. ഉന്നതത്തിൽ ആര് എന്നെ ഓർക്കും? അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല.
നിസ്സീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്? അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല. ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും? ഞാൻ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കും. ഇങ്ങനെ പറയരുതെന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഇങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഞാൻ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കുമെന്നും കർത്താവ് എന്നെ കാണുന്നില്ലെന്നും അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ആരാണ്, എന്നെ ശ്രദ്ധിക്കാൻ നമ്മൾ പറയില്ല. കർത്താവിന് എവിടെ സമയം? ഇങ്ങനെ ഒന്നും ചോദിക്കരുത്, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. കാരണം ലോകം മുഴുവൻ്റെ മേലും ദൈവാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നുവെന്നാണ് വചനം പറയുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതല്ലേ, ലോകം മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. നിന്റെ മുറുമുറുപ്പ് പോലും കർത്താവിൻ്റെ കണ്ണിൽ പെടാതെ പോകില്ലെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നിന്റെ മുറുമുറുപ്പ് പോലും കർത്താവിൻ്റെ കണ്ണിൽ പെടാതെ പോകില്ല എങ്കിൽ നിന്റെ കണ്ണുനീരും നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും നിന്റെ ഞെരുക്കങ്ങളും നിന്റെ പ്രയാസങ്ങളും നിന്റെ പ്രതിസന്ധികളും മോനെ നിന്റെ ജീവിതത്തെ കുടുംബത്തെയൊക്കെ വല്ലാതെ ഞെരുക്കുന്ന ഈ അനുഭവങ്ങൾ കർത്താവ് കാണുന്നില്ല എന്നാണോ നീ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. അത് വചനം പറയുന്നതാണ്. അങ്ങനെ പറയരുത്. നീ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ നീ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കർത്താവ് എന്നെ കാണുന്നില്ല, എൻ്റെ കർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്തുകൊണ്ടാണ് എൻ്റെ കർത്താവ് എന്നെ മാത്രം ഇങ്ങനെ തള്ളിക്കളഞ്ഞത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ, എൻ്റെ ദൈവത്തിന് എന്നോട് സ്നേഹമില്ലേ എന്നൊക്കെ നീ ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ ചിന്തകളിലാണ് ഒരു വിശുദ്ധീകരണം നടക്കേണ്ടത്. ഈ ആരാധനയുടെ സമയത്ത് മോനെ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കേ. നമുക്ക് ദൈവീക ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റണം. ആത്മീയ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റണം. ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ ദൈവസ്വരം കൊണ്ട് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ നമുക്ക് നിറയ്ക്കാൻ പറ്റണം. കാരണം ചിന്തകൾ വികലമായാൽ അത് പ്രവൃത്തികളെ വികലമാക്കി കളയും. ചിന്തകൾ മലിനമായാൽ അത് പ്രവൃത്തികളെ മലിനമാക്കി കളയും. ചിന്തകൾ നിരാശാജനകമാണെങ്കിൽ പ്രവൃത്തികളിൽ അത് നിഴലിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അത് തന്നെയാണ്. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. നിന്റെ എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ചിന്തയിലാണ്. നിനക്ക് നല്ലത് ചെയ്യണോ, നീ നന്മ ചിന്തിക്കാൻ തുടങ്ങണം. നിനക്ക് നല്ലത് പറയണോ, നീ നന്മ ചിന്തിക്കാൻ തുടങ്ങണം. നിനക്ക് വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നീ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അതേക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങണം. നിനക്ക് ദൈവത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ, എന്ത് ചെയ്യണം? ലോകത്തെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുന്നതും നിന്റെ മനസ്സിനെ, നിന്റെ ചിന്തകളെ മാറ്റിയിട്ട് ദൈവത്തെക്കുറിച്ച് അറിയാനും ദൈവത്തെ മനസ്സിലാക്കാനുമുള്ള ഒരാഗ്രഹം നീ എടുത്ത് അതേക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങണം. ഇപ്പോൾ നമ്മുടെ ചിന്തകളാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. എല്ലാ പ്രവൃത്തിയും നമ്മുടെ ആലോചനയുടെ തുടർച്ചയാണ്. അതുകൊണ്ട് ഇന്ന് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ നിനക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ, ദൈവസ്നേഹത്തിന് ചേരാത്ത, നിരക്കാത്ത രീതിയിൽ നീ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, പെരുമാറുന്നുണ്ടെങ്കിൽ നിന്റെ ചിന്തകൾ എവിടെയോ അവികലമായിട്ടുണ്ട്. ചിന്തകൾ വികലമായി പോയിട്ടുണ്ട്, വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ആരാധന പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രഭാഷകൻ പ്രാർത്ഥിച്ചതുപോലെ 23:2 എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ. കർത്താവേ, എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്നാ പ്രഭാഷകൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയുടെ ആവശ്യമുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ ചിന്തകളെ പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പല ചിന്തകളും നമ്മുടെ നിയന്ത്രണത്തിനും അപ്പുറമായിട്ട് നിൽക്കുക. അതുകൊണ്ട് എന്താ, വല്ലാതെ ആകുലപ്പെട്ടു പോവുക, വല്ലാതെ നിരാശപ്പെട്ടു പോവുക, വല്ലാതെ സങ്കടപ്പെട്ടു പോവുക, മനസ്സിൻ്റെ ബലം ക്ഷയിച്ചു പോവുക, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, അവരൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല.
ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെട്ടാലല്ലേ ആ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ദൈവസ്നേഹത്തിന് നിരക്കാത്ത സകല ചിന്തകളും വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് നിരാശയുടെ ചിന്തകളാകട്ടെ, ഉത്കണ്ഠ ചിന്തകളാകട്ടെ, ആത്മഹത്യാ ചിന്തകളാകട്ടെ, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ ആരും സ്നേഹിക്കാനില്ല, എന്നെ ആരും മനസ്സിലാക്കാനില്ല എന്നുള്ള ദൈവസ്നേഹത്തിൽ നിന്നല്ലാത്ത സകല ചിന്തകളും മക്കളൊന്ന് വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കും. എനിക്കിത് പറ്റില്ല, എനിക്ക് നടക്കില്ല എന്നുള്ള നിന്നെ തന്നെ നിരാശയിലേക്ക് തള്ളിയിടുന്ന ചില ചിന്തകളില്ലേ, നിന്റെ ആത്മധൈര്യം ചോർത്തിക്കളയുന്ന ചില ചിന്തകളല്ലേ നീ താലോലിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടെന്താ, വല്ലാത്ത ഭയചിന്തകൾ നിന്നെ ഇപ്പോൾ അലട്ടാൻ തുടങ്ങിയില്ലേ, വേട്ടയാടാൻ തുടങ്ങിയില്ല, അത് പുറത്തു വരാൻ ആഗ്രഹിച്ചിട്ട് പറ്റാതെ പോകുന്നില്ലേ. ഇതാ നിന്റെ ചിന്തകളെ വിശുദ്ധീകരിക്കാൻ കഴിയുന്നവനായ കർത്താവ് എൽത്താരയിലുണ്ട്. കർത്താവ് തൻ്റെ ശിരസിൽ വഹിച്ച മുൾമുടി, ശിരസിൽ കർത്താവ് മുൾമുടി വഹിച്ച് ശിരസിൽ നിന്നൊഴുകിയിറങ്ങിയ തിരിച്ചോരയുണ്ടല്ലോ, അത് നിന്റെ തലയ്ക്കകത്ത് രൂപപ്പെടുന്ന ചിന്തകളെ കൂടി വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി കൂടിയാ കർത്താവ്. കാരണം പാപം ആരംഭിക്കുന്നത് നമ്മുടെ തലയ്ക്കകത്താണ്, നമ്മുടെ ചിന്തകളിലാണ്. ദൈവനിഷേധം ആരംഭിക്കുന്നത് അവിടെയാണ്, അവിശ്വാസം ആരംഭിക്കുന്നത് അവിടെയാണ്. എല്ലാറ്റിൻ്റെയും ആരംഭം അവിടെയാണെന്നാണ് വചനം പറയുന്നത്. ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. ദൈവത്തെ സ്നേഹിച്ച് ദൈവസ്നേഹത്തിൽ നിനക്ക് സഞ്ചരിക്കാൻ പറ്റണോ, നിന്റെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി ആഗ്രഹിക്കണം. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. മക്കളെ, ഏതെല്ലാം ചിന്തകളാണ് ദൈവസ്നേഹത്തിന് ചേരാത്തതിൻ്റെ മനസ്സിലുള്ളത്? ഏതെല്ലാം തരത്തിലുള്ള ആകുല ചിന്തകളാണ് നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതെല്ലാം തരത്തിലുള്ള നിരാശ ചിന്തകളാണ് നിന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ചാണോ നീ അമിതമായി ചിന്തിച്ച് സങ്കടപ്പെട്ട് നിരാശപ്പെട്ടൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏത് ചിന്തകളുടെ മേലാണ് നിനക്ക് നിയന്ത്രണം പോലും ഇല്ലാത്തത്? ഇതാ സകലതിനെയും നിയന്ത്രിക്കുന്നവനായ കർത്താവ്, ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ കരുണയ്ക്കായ അവസ്ഥകളെ സമർപ്പിക്കുക. തമ്പുരാനോട് പറ, കർത്താവേ, നീ ശിരസിൽ മുൾമുടി ധരിച്ചപ്പോൾ ഒഴുകിയിറങ്ങിയ തിരിച്ചോരയാൽ എൻ്റെ ചിന്തകളെ നീ കഴുകണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. നമുക്കൊരു ധൈര്യം വേണം, നമുക്കൊരു കരുത്ത് വേണം. നമുക്ക് വിശ്വാസത്തിൻ്റെ ചിന്തകൾ കൊണ്ട്, വിശുദ്ധ ജീവിതത്തിൻ്റെ ചിന്തകൾ കൊണ്ട്, ആത്മീയ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ പരിപോഷിപ്പിക്കാനും നിറയ്ക്കാനും പറ്റണം. ഇതാഗ്രഹിക്കണം. എൻ്റെ കർത്താവിനെ എൻ്റെ കൈപിടിച്ചുയർത്തി ഉന്നതമായ ചിന്തകൾ കൊണ്ട് എൻ്റെ മനസ്സിനെ നിറയ്ക്കും. കർത്താവ് പറഞ്ഞില്ലേ, ഉന്നതത്തിലുള്ളവയെ ലക്ഷ്യം വയ്ക്കാൻ. തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം മോനെ നിന്റെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഈ നിമിഷം കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ. മലിനമായി പോയ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ. മ്ലേച്ഛമായി പോയ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ. തളർന്ന മനസ്സിന്റെ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ. പാപചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ. ആസക്തികളാൽ കലുഷിതമായ മനസ്സിനെയും ചിന്തകളെയും നീ വിശുദ്ധീകരിക്കണമേ. വെറുപ്പിന്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. വൈരാഗ്യ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. ആത്മഹത്യാ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. എന്നെ ആർക്കും വേണ്ട എന്നുള്ള ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. നിന്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. കരങ്ങളെ മാറോട് ചേർത്ത് പിടിക്കാം. കർത്താവേ, എൻ്റെ മനസ്സിന്, എൻ്റെ ചിന്തകളെ, എൻ്റെ ഇന്ദ്രിയങ്ങൾ, എൻ്റെ ആലോചനകളെല്ലാം എൻ്റെ പരിശുദ്ധ രക്തത്താൽ, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എൻ ഹൃദയം ആമേൻ. ചിന്തകൾ ഇഷ്ടങ്ങൾ ഈശോയേ. എൻ ഹൃദയം ആമേൻ. ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം വെണ്മയായി തീരട്ടെ ഈശോയേ. എന്റേതാമെല്ലാം ഈശോ. ഓ കർത്താവേ നിൻ അഗ്നി എന്നിൽ കത്തട്ടെ ഈശോയേ. ഓ കർത്താവേ നിൻ അഗ്നി എന്നിൽ കത്തട്ടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് നിന്റെ ഹൃദയത്തെ പരിശോധിക്കുന്നവൻ്റെ മുമ്പിലാണല്ലോ മോനെ നീ നിൽക്കുന്നത്. നിന്റെ ഹൃദയം എന്തിനെക്കുറിച്ചാണ് വല്ലാതെ ആകുലപ്പെട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? നിന്റെ മനസ്സെന്തിനെക്കുറിച്ചാണ് വല്ലാതെ നൊമ്പരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നിന്റെ മനസ്സിൻ്റെയും നിന്റെ ഹൃദയത്തിൻ്റെയും സ്വസ്ഥത, സമാധാനമൊക്കെ തള്ളിക്കളയുന്ന, നഷ്ടപ്പെടുത്തുന്ന നിന്റെ മനോഭാവം, നിന്റെ ചിന്തയെന്താ? ആ വിഷയത്തെ ഈശോയ്ക്ക് കൊടുത്തേ. നിന്റെ രോഗാവസ്ഥകളായിരിക്കാം നിന്റെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നത്. ചില രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതേക്കുറിച്ച് ആലോചിച്ച് ഒരുപക്ഷെ നീ ഇപ്പം ചിന്തിക്കുന്നുണ്ടാകാം, എനിക്കിനി ഈ രോഗത്തിൽ നിന്ന് രക്ഷയില്ല, ഈ രോഗം എന്നെ മരണത്തിലേക്ക് എത്തിക്കുമെന്ന്. മരണതുല്യമായ മാരകമായ ചില രോഗങ്ങളായിരിക്കാം നിന്റെ ശരീരത്തിൽ നീ കൊണ്ട് നടക്കുന്നത്. എങ്കിലും വിശ്വസിക്ക്, നിന്റെ കർത്താവിന് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും. നിന്റെ കർത്താവിന് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. പക്ഷേ ചെങ്കടൽ പോലെ ജീവിതത്തിൻ്റെ കൺമുമ്പിൽ വല്ലാത്ത പ്രതിസന്ധികളുമായി ജീവിക്കുന്ന മക്കളുണ്ടാകാം. ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റണില്ല, പുറകോട്ടിറങ്ങാൻ പറ്റുന്നില്ല. വല്ലാത്ത പ്രതിസന്ധികൾ, ഒരു വഴിയില്ലാതെ, ഒരു വഴി തുറക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള വല്ലാത്ത ഞെരുക്കങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, മാനസിക ഞെരുക്കങ്ങൾ, കുടുംബത്തിൽ നിന്നുള്ള ഞെരുക്കങ്ങൾ, കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകളൊക്കെ നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടാകാം. മോനെ, ഈ അവസ്ഥകളിൽ നിന്റെ ചിന്ത പിശാചിന് അടിയറ വയ്ക്കരുത്. ഈ നിമിഷങ്ങളിൽ പിശാച് അലറുന്ന സിംഹത്തെ പോലെ നിന്നെ വിഴുങ്ങാൻ ചുറ്റി നടക്കുക. അതുകൊണ്ട് നീ ബലഹീനമായിരിക്കുന്നത് അവനറിയാം. ഈ നിമിഷങ്ങളിൽ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ആത്മാവ് നമ്മളെ ബലപ്പെടുത്തും. നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ബലപ്പെടുത്തുന്നവനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ വിളിച്ചാണ് ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എൻ്റെ ബലഹീനതകളിൽ നിന്റെ സ്വരം മാത്രം കേൾക്കാൻ, സങ്കീർത്തകൻ പറഞ്ഞതുപോലെ കർത്താവേ, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം നിന്റെ ചിറകിന്റെ കീഴിൽ ഞാൻ അഭയം തേടും എന്ന് പറയാൻ. കർത്താവേ, ഈ അസ്വസ്ഥതകള്, ഈ നിരാശ, ഈ ആകുലതകള്, ഈ സങ്കടങ്ങള്, ഈ ഭയപ്പാടുകള് ഇത് കടന്നു പോകുവോളം നിന്റെ ചിറകിന്റെ കീഴിൽ അഭയം തേടാൻ കർത്താവേ നീ എന്നെ സഹായിക്കണമേ. അതുകൊണ്ട് ഒരു തരത്തിലും അശുദ്ധമായ ചിന്തകളോ, നിരാശ നിറഞ്ഞ ചിന്തകളോ, മനസ്സിനെ തളർത്തുന്ന ചിന്തകളോ ഒന്നും എടുക്കാതെ കർത്താവെ നിന്നെ ദർശിക്കാൻ, ഈ കണ്ണുകൾ കൊണ്ട് നിന്നെ ദർശിക്കാൻ, ഈ കാതുകൾ കൊണ്ട് നിന്നെ കേൾക്കാൻ, ഈ ഹൃദയം കൊണ്ട് നിന്നെ സ്നേഹിക്കാൻ ഈ നിമിഷങ്ങളിൽ നീ എന്നെ അനുവദിക്കണമേ. അങ്ങനെ നീ എന്നെ വിശുദ്ധീകരിക്കണമേ കർത്താവെന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയേ നന്ദി, ഈശോയേ. നീ പാപിയാണോ മകനേ? ആമേൻ. നീ പാപിനിയാണോ മകളേ? ഈശോയേ. നീ പാപിയാണോ
മകനേ, നീ പാപിനിയാണോ മകളേ? മോളെ, ഞാൻ നിന്റെ രക്ഷകൻ, പാപമോചകൻ, നിന്റെ ജീവിതമറിയുന്നവൻ, യേശുനായകൻ. നീ തകർന്നവനാണു മകനേ, നീ തകർന്നവളാണു മകളേ. മകളെ, ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. മോളെ, നിനക്കൊരു രക്ഷകനുണ്ട്, യേശുനായകൻ. നിന്റെ ഈ അവസ്ഥയിൽ നിന്ന് നിന്നെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനുണ്ടെന്ന് നീ ഒന്ന് ചിന്തിച്ച്. മോളെ, മോനെ, ഈ നിമിഷങ്ങളിൽ വേറെ ഒന്നും ചിന്തിക്കല്ലേ. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ളവൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ വീണ്ടെടുക്കാൻ കഴിവുള്ളവൻ. ഏത് അടിമത്തത്തിൽ നിന്നും ഏത് തകർച്ചകളിൽ നിന്നും നിന്നെ വീണ്ടെടുക്കാൻ കഴിവുള്ള കർത്താവ് ഈ അൾത്താരയിലുണ്ട്. കർത്താവിന് വീണ്ടെടുക്കാനാകാത്ത വിധം മോളെ, മോനെ, നിന്റെ ജീവിതം, നിന്റെ കുടുംബം, നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ പ്രതീക്ഷകൾ ഒന്നും തകർന്നു പോയിട്ടില്ല. വിശ്വസിക്ക്, നിന്റെ രക്ഷകനായ നിന്റെ കർത്താവ് നിന്റെ കൂടെ. നിന്റെ മനസ്സ് പറയുന്നതല്ല നീ ഇപ്പോൾ കേൾക്കണ്ടേ, നിന്റെ ഇന്നലകൾ പറയുന്നതല്ല നീ കേൾക്കേണ്ടത്. നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുജനങ്ങളോ സുഹൃത്തുക്കളോ പറയുന്നതല്ല നീ നിന്റെ ഈ അവസ്ഥയിൽ കേൾക്കേണ്ടത്. അത്രമാത്രം മനസ്സ് തളർന്നല്ലേ നീ ഇരിക്കുന്നത്? അത്രമാത്രം ജീവിതത്തെക്കുറിച്ചുള്ള ഭാരം നിന്നെ അലട്ടുന്നില്ലേ? അത്രമാത്രം നാളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിന്റെ മനസ്സ് പിടയുന്നില്ലേ? ഈ അവസ്ഥകളിൽ ചിന്തിക്കേണ്ടതൊന്നു മാത്രം, എനിക്കൊരു രക്ഷകനുണ്ട്. എന്റെ കർത്താവായ ഈശോ കാൽവരിയിൽ എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ചിന്തി എന്നെ രക്ഷിച്ച എന്റെ കർത്താവ് എന്റെ കൺമുമ്പിലുണ്ട്. അത് വിശ്വസിക്ക്. അത് മാത്രമേ ഇപ്പൊ ചിന്തകളിൽ എടുക്കാവൂ. അത് നിന്റെ ചിന്തകളെ വിശുദ്ധീകരിക്കട്ടെ. ആ പരിശുദ്ധ രക്തം നിന്റെ മനസ്സിനെ, നിന്റെ ചിന്തകളെല്ലാം ഇപ്പോൾ കഴുകട്ടെ. കർത്താവേ, എന്നെ കഴുകണമേ. യേശുവേ, മഞ്ഞിനേക്കാൾ വെണ്മയുള്ളതാക്കി എൻ്റെ ചിന്തകളെ നീ ഇപ്പൊ മാറ്റണമേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. നീരോഗിയാണോ മകനേ, നീരോഗിണിയാണോ മകളേ? നീരോഗിയാണോ മകനേ, നീരോഗിണിയാണോ മകളേ? ഞാൻ നിന്റെ രക്ഷകൻ, സൗഖ്യദായകൻ, നിന്റെ വേദന അറിയുന്നവൻ. നിന്റെ വേദന അറിയുന്ന നിന്റെ കർത്താവുണ്ട്. യേശുനായകൻ. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ? ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. യേശുനായകൻ, യേശുനായകൻ, യേശുനായകൻ. മക്കളെ, ഈ നിമിഷം നിങ്ങളുടെ ഇരു കരങ്ങളും നിങ്ങളുടെ ശിരസിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുമെങ്കിൽ ശിരസിലേക്ക് എടുത്തു വയ്ക്കുക. നമ്മുടെ ചിന്തകളിൽ ഒരു വിശുദ്ധീകരണവും വിടുതലും സംഭവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ മക്കളെ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലും നിന്റെ കർത്താവ് നിന്നെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കും. നീ ആയിരിക്കുന്നത് മരണം നിഴൽ വീണ അനുഭവത്തിലാണേലും കർത്താവിൻ്റെ ഇടയനെന്ന് ഏറ്റു പറഞ്ഞാൽ, ആരെന്നെ സഹായിക്കുമെന്നുള്ള ചോദ്യത്തിന് എൻ്റെ കർത്താവ് എന്നെ സഹായിക്കുമെന്ന് എൻ്റെ ഉള്ളുകൊണ്ട് നീ ഒന്ന് പറഞ്ഞാൽ, എനിക്ക് രക്ഷയില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്ന വിഷയങ്ങളിൽ എനിക്കൊരു രക്ഷകനുണ്ടെന്ന് നീ പറയാൻ പഠിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ആ കർത്താവ് നിൻ്റെ കൂടെയുണ്ടല്ലോ. യെശയ്യാ വിളിച്ചു പറഞ്ഞത് എന്താ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങളിൽ യെശയ്യാ പറഞ്ഞു, എനിക്ക് ദുരിതം, കാരണം ഞാൻ നശിച്ചു.
ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെശയ്യാ പറഞ്ഞത് തന്നെയാ നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നശിച്ചു, എൻ്റെ കുടുംബം നശിച്ചു, എൻ്റെ മക്കൾ നശിച്ചു, എൻ്റെ ഭാവി പോയി, എൻ്റെ ജീവിതം പോയി, എനിക്ക് ദുരിതം. ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊന്നും ശരിയാകില്ല, ഇനിയൊന്നും ശരിയാകാൻ പോണില്ല. എന്നിട്ട് യെശയ്യാ കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണ്. യെശയ്യാ പറഞ്ഞു, ഇതാണ് എൻ്റെ കുറവ്. ഞാൻ അശുദ്ധനാണ്, എൻ്റെ അധരങ്ങൾ അശുദ്ധമാണ്, ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ഇതൊക്കെ പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിനെ കണ്ടു, അവൻ്റെ നയനങ്ങൾ കർത്താവിനെ ദർശിച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തമ്പുരാനെ, എനിക്ക് കുറവുണ്ട്. പറ മക്കളെ, നിങ്ങളുടെ ചിന്തകളെ കർത്താവിന് കൊടുക്ക്. ഏത് മേഖലകളാണോ, ഏത് ചിന്തകളാണോ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് അത് കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കേ. അപ്പോൾ യെശയ്യാ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചെന്നറിയാവോ? അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്നും കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി യെശയ്യായുടെ അടുത്തേക്ക് വന്നു, പറന്നു വന്നു. എന്നിട്ട് അവൻ എൻ്റെ അധരങ്ങളെ, അതായത് യെശയ്യായുടെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ, യെശയ്യാ തൻ്റെ വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയത്തെ കൊടുത്തപ്പോൾ സ്വർഗത്തിൽ നിന്നും സഹായം അവന് കിട്ടി. മോനെ, ഇത് സ്വർഗം നിന്നെ സഹായിക്കാൻ പോകുന്ന സമയം. ഏത് അശുദ്ധിയിൽ നിന്നും, ഏത് തിന്മയിൽ നിന്നും സ്വർഗത്തിന് നിന്നെ വീണ്ടെടുക്കാൻ പറ്റും. ഉണ്ട് ആ വിഷയങ്ങൾ ഏതു മേഖലയിലാണോ നിനക്കൊരു വിശുദ്ധീകരണം വേണ്ടത്, ആ വിഷയത്തെ കർത്താവിന് കൊടുത്ത് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. വൈദികരായ ഞങ്ങൾക്ക് പൗരോഹിത്യത്തിൽ തന്ന അധികാരം ഉപയോഗിച്ച് ആ വിഷയത്തെ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പൗരോഹിത്യത്തിൽ കെട്ടുവാനും അഴിക്കുവാനും തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ ചിന്തകളെ വികലമാക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, അശുദ്ധിയിലേക്ക്, പാപത്തിലേക്ക് തള്ളിയിടുന്ന, നിരാശകളിലേക്ക്, ഉത്കണ്ഠകളിലേക്ക് തള്ളിയിടുന്ന എല്ലാ ചിന്തകളെയും, അതിന് പ്രേരണ നൽകുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെ യേശുവിന്റെ നാമത്തിൽ അടിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അടിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ സംഭവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സമാധാനവും സംസർഗവും യേശുവിന്റെ രക്തത്തിന്റെ മുദ്രയും വിടുതലുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, 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 ആമേൻ. മുട്ടുകുത്താൻ പറ്റുന്നവരെല്ലാം ഈ നിമിഷം മുട്ടുകുത്തുന്നു. ഈ ദിവസക്കാലം നമ്മുടെ ചിന്തകൾ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ, കുടുംബത്തെ, എല്ലാ ജീവിത സാഹചര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദീപികാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,